ഹായ്. അപ്പോൾ പതിവ് പോലെ ചേട്ടൻ വിളി വന്നിട്ടുണ്ട് രാത്രി. സന്ധ്യേ ബാ പരിപാടി ഉണ്ട് എന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. കെട്ടും പാണ്ടൊക്കെ എടുത്തിട്ട് ഞാനും സമയപ്പം കൂടി അങ്ങോട്ട് വിടുകയാണ്. അപ്പോൾ പഴയ വണ്ടിക്കാണ് പോണത്. അപ്പോൾ അതിൻ്റെ ചെറിയ പൊക്ക ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ വണ്ടി നിങ്ങൾക്ക് അറിയാമല്ലോ സംഭവിച്ചതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോറൂമിലിരിക്കുന്നതുകൊണ്ട് പഴയ വണ്ടിയൊക്കെ എടുത്തിട്ടാണ് പോണത്. അത് കിട്ടിയിട്ടില്ല പുതിയ വണ്ടി. അപ്പോൾ കയ്യും കാലൊക്കെ ഞങ്ങളതൊക്കെ ഓക്കെ ആയിട്ടോ, നന്ദുവിൻ്റെതുമൊക്കെ ഓക്കെ. അപ്പം ഞങ്ങളിതാ ഞങ്ങളെ മനോഹരമായ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്ത് രസമായിട്ടോ ഇപ്പം നാറാത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അമ്മ അങ്ങോട്ട് തേരാപ്പാരൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് കുളിക്കാൻ കയറിയിരിക്കുകയാണ്. പിന്നെ എന്താ പറയുക, അപ്പോൾ സ്കിറ്റിൻ്റെ ബ്ലൂപ്പറാണല്ലോ ഇനി അത് കാണേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വ്ലോഗ് ഫോറിലൊക്കെ സ്കിറ്റും ബ്ലൂപ്പറും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒപ്പിയെടുത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതാ ഇവിടെ ഉണ്ട്. കുടാമുതടി കുടത്തി പെണ്ണെ കുടാമുതണ്ടേ നമുക്ക്. ചേട്ടനാണേ കോമഡി ആക്കണം പോലും. രണ്ടാളും പണിയൊന്നും കഴിഞ്ഞില്ലേ? നല്ല അയില മുളക് ഇട്ടതുണ്ട് കേട്ടാ. നിഗി സ്പെഷ്യൽ അയില മുളക് ഇട്ട, കണ്ണൂർ സ്പെഷ്യൽ അയില മുളക്. നിങ്ങളെ അയില മുളക് ഇട്ടത് നോക്കുന്നേ, കിട്ടിയില്ല. സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ സെക്രട്ടറി പ്രസിഡന്റ് എത്തി നോക്കിയാൽ ബ്ലോഗ് ആരംഭിച്ചിരിക്കുന്നു. നേരം വീഡിയോ എടുത്തിട്ട് ഓണാക്കാണ്ട് കാലൻ പെങ്ങളെ കെട്ടിച്ച സ്ത്രീധനം തുക തരുമോ അളിയ? ഈ സമയം വന്നിട്ട് നിന്റെ തോന്നി ഇതൊക്കെ കാണുമ്പോ നിങ്ങളില്ലേ ചേട്ടയുടെ തനി രൂപം നിങ്ങൾ കാണണം. ഇതാണ് ചേട്ടയുടെ തനി രൂപ. ക്യാമറമാന്റെ തനി രൂപം കണ്ടില്ലേ? നിങ്ങൾ പല്ലെല്ലാം കടിച്ചു പിടിച്ചിട്ട് അടി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനായിട്ടില്ല. ചേട്ടാ ഇതാരാട്ടാ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതാ. ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന കുടുംബശ്രീക്കാരിയാ. അശോ ആന്റണി ഇത് കാണുന്നുണ്ടെങ്കിൽ ഉണ്ടല്ല നിന്റെ കഥ പോക്കാം. ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇതിനടിച്ച് ഇവര് ആന്റണിനെ കൊല്ലുന്ന അടിച്ച് കൊല്ലാണ് ധൈര്യമായിട്ട് ചെയ്തോ. ആന്റണി ഇത് കാണണ്ടെന്ന് മാത്രം. ഞാനും ഇവര് ലാസ്റ്റ് ഇങ്ങനെ അനുസരണക്കേടായിട്ട് പ്രാർത്ഥന ഉണ്ടല്ലേ? പ്രാർത്ഥന അത് രസം. സ്വാഗത പ്രസംഗം. നിങ്ങളെ സംഘത്തിനെ കുറിച്ചൊന്നും അറിയാത്ത പാവം എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അല്ലേ പിന്നെ ചേട്ടൻ മറ്റേതൊക്കെ എടുക്കുന്നുണ്ട്. അവിയപ്പനെ ബ്ലൂപ്പർ എടുക്കാൻ ആക്കിച്ച്. അതുകൊണ്ട് എൻ്റെ ഫോൺ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങളില്ല, നിങ്ങളെ ബ്ലൂപ്പറിൽ ഞങ്ങളില്ല. കറുപ്പെല്ലാം ഇട്ടിട്ട് നല്ല മറ്റേ കറുപ്പ് സ്വാമിയായി ആടിപ്പാടി വരുന്നുണ്ട്. ഏത് മൂട് അവിടെ ഇരിക്കാൻ തോന്നുന്നു. ചേച്ചി അടിച്ചു വാരൽ പ്രക്രിയ നടത്തുകയാണ് മകളുടെ വീട്ടില്. ഇല്ല ദൈവമേ, അതിന് ശേഷം എത്ര പ്രാവശ്യം എന്തോരം പണിയെടുത്ത് ബർത്ത്ഡേ എല്ലാത്തിനും ഇവിടെ വന്നാല് ആസ്ഥാന തൊഴില് നിക്കിയുടെ പാത്രം കഴുകൽ. നിന്നെ വാഷ് ബേസിലേക്ക് അങ്ങ് തട്ടലാണ്. മോളെ കുറ്റം പറയുന്നില്ല കണ്ട. പറ മോളെ കുറ്റം പറയാമേ അമ്മായിമ്മ പറ കുറ്റം പറയാമേ ചേട്ടാ വിന്റേജ് അടിച്ചു വാരാൻ പറഞ്ഞു. എന്റെ മോളെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിട്ടെന്ന് ഞാൻ പറഞ്ഞു. പറ കുറ്റം പറ ഇപ്പൊ ഇങ്ങോട്ട് ഇന്നുള്ളിയത് വരാൻ പറ്റും. 12 വൈകുന്നേരം 6 പോയാൽ അല്ലടി ഇവനകത്ത് പോയിരിക്കാന്ന്. പെരക്കാത്തോട്ടൊന്നും കയറ്റൂല നിന്നെയൊന്ന്. ഈ വക സാധനത്തിനൊന്നും പെരക്കാത്തോട്ട് കയറ്റൂല. നമ്മൾ അടിച്ചു പൊളിച്ചോളാം. അതൊക്കെ തനത്തേനെ എതിരായിട്ട് കിട്ടിയത് നമ്മള് കശക്കും. നാരങ്ങവെള്ളം പ്രതീക്ഷയുടെ പച്ചവെള്ളം കൊടുത്ത നേക്കണം പിന്നെ എന്തമ്മ അമ്മ എന്തമ്മ സ്നേഹമില്ലാത്ത നാക്കിലോട്ടോ ഒഴിക്കല്ലടി. നാരങ്ങവെള്ളം തന്നിടമ്മ. നേരത്തെ പറഞ്ഞിട്ട് നിനക്ക് പനിയാണെന്ന് അകത്തി പിടിച്ചാലേ കുരിപ്പ. എനിക്കിപ്പോ പനി വന്നിട്ടുണ്ടോ?
ദൈവമേ, ഇത് കൊറോണയെന്ന് തോന്നുന്നു. ദൂരപ്പോ ആ എല്ലാം കഴിഞ്ഞിട്ട് അവള് പറഞ്ഞു എനിക്ക് പനിയാണോ, എല്ലാം കഴിഞ്ഞിട്ട് എയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യോടി. എന്റെ ദൈവമേ, എന്തെന്നാണ് തിന്നു വന്നത് അരിയ. ദൈവമേ, പാത്രം തിന്നാൻ കൊടുത്തിട്ടില്ലേ. അങ്ങനെയല്ല ഇതുവരെ നോക്കിയിട്ടില്ല. ഒളിഞ്ഞോക്കെ നിർത്തിക്കൂടെ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒളിഞ്ഞോക്കാൻ പോണേണ്. ഇവരെന്നെ കൊണ്ടാങ്ങ പരാതി പറയണമെങ്കിൽ ഇവരെ മൊത്തം ഇന്ന് ഞാൻ വീഡിയോ എടുത്തോരുമില്ല മഴ കാറ്റടിച്ച് മൈക്കിന്റെ സാധനത്തിന്റെ ഇന്റർനെറ്റ് വെച്ചല്ലോ. അത് പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞതാണ്. ഇത്രയും ചെയ്താ എന്നെ നോക്കുക, എന്നെ നോക്ക്, അവിടെ നിന്ന് നോക്ക്, ഞാൻ അവിടെ നിന്ന് നോക്ക്, അവിടെ നിന്ന് ഈ ഡയലോഗ് ശ്രദ്ധിക്കും. കുടുംബശ്രീയിൽ ഞാനില്ലത്. ഒരുപാട് നിങ്ങൾ പ്രാർത്ഥന സദ്മാമ നമ്മളെ സൂര്യന്റെ പുതിയ പടം വരുമ്പോഴേക്ക് അതേ ലുക്കില് കറുപ്പ്. കറുപ്പല്ല കരിനീലയാണ്, പക്ഷെ ഇതേ ലുക്കാണ് നമ്മളെ സൂര്യ. കറുപ്പ് സൂര്യ 45 സൂര്യ 45 കറുപ്പ് പരസ്യം ചക്കന്റെ സിനിമക്ക് വേണ്ടി സൂര്യ കൃഷ 20 ഇവള് സൂര്യപ്രാന്തിയാണ്. സൂര്യ തൃഷ വിപിന ബുക്ക് കീറി വിപിന ബുക്ക് കീറി വിപിന കാർത്താനേച്ചിന്റെ ബുക്ക് കീറി. ഈശ്വരന്മാര് ഇത് ചേച്ചി എന്താവൂന്ന് അറിയില്ല. കല്യാണത്തിന്റെ ബാക്കിയാ കാർച്ച കേൾക്കായിരിക്കും. അതന്നെ കല്യാണം എന്തായാലും എന്തെങ്കിലും തിന്നാൻ കിട്ടൂലേ നിങ്ങൾക്ക് എപ്പോഴും എടി വീഡിയോയിലൊന്നും പറഞ്ഞിട്ട് നമുക്ക് വെച്ചടിക്കാടി. സ്കിറ്റിന് ചേട്ടാ ശരിയായില്ല. കടി അടിച്ചിട്ട് നിൽക്കാതുന്നത്. നീ ഏത് ബക്സാ തന്നെ? ആ നീ നല്ലോണം വെച്ച് ചാവണ്ട അടിക്കുന്നുണ്ടാവില്ല. നോക്കട്ടെ, എല്ലാരും തടി കുറയട്ടെ, എല്ലാരും തടി കുറയട്ടെ. ആ വിന്റേജിക്ക് നല്ലതാ തടി കുറയട്ടെ. കൊണ്ട എനിക്കിതാ വേഗം ഒന്ന് ഒഴിവാക്കാനുള്ള പരിപാടിയാണല്ലോ. എനിക്ക് ഇത് തീർത്ത് ഒഴിവാക്കാനുള്ള പരിപാടിയാണുള്ളത്. ഇതാണ് കുടമ്പിളിലേക്ക്. അവിടെ എന്തെങ്കിലും സംഭവിച്ചാ നിനക്ക്? ചായ അതൊക്കെ ഇങ്ങോട്ട് അമ്മ പറഞ്ഞു കഴിഞ്ഞിട്ട് ചോറ് കഴിക്കുന്നിടത്ത് തിരക്കുണ്ടായിരുന്നേ. ഒരേ അരിമണികളും പെറുക്കി പെറുക്കി എടുക്കുകയാണ് വിനീതേച്ചി. പിന്നെ അമ്മക്ക് അത്രേ ഖുഷ്ബുവിനെ തീർക്കരുതാണ് ഓർഡർ. ചായ കുടിക്കരുത്, ചായ ഇട്ടോണ്ടിരിക്കേണ്ടി. ചായ ചുണ്ടത്തുള്ള ഷോട്ട് വേണ്ട കേട്ടോ. ചായ ചുണ്ടത്ത് ഷോട്ട് എടുത്താൽ ആ ഷോട്ട് അതുപോലെ വീണ്ടും അതന്നെ. ചോറ് തീറ്റ എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ചോറ് തിന്നു കഴിഞ്ഞപ്പോ എന്താന്നറിയില്ല, മൂടില്ല. എവിടെയും കിടന്ന് ഉറങ്ങണം, ഉറങ്ങണം എന്തെങ്കിലും. അപ്പൊ ഇത് പകുതിക്കിടാന്നുള്ളൊരു ധാരണയാണ്. സ്കിറ്റ് പക്ഷെ ചേട്ടൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ചോറിന് നന്ദി കാണിക്കട്ടെ. അതുകൊണ്ട് വിപിനെ അടുത്ത കേക്ക് തിന്നാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. വിപിന കേക്ക് ചായയിൽ മുക്കി അടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ പരിപാടികളാണ്. വിപിനേച്ച് തടിച്ചിന്ന് കുറെ കമന്റ് കണ്ടിന്. തടി കുറക്കെ വിപിനേച്ച് ഞാൻ അത്രയൊന്നും തടിച്ചിട്ടൊന്നും ഇല്ല. അവിടെ തന്ന പ്ലേറ്റിലെ ചോറ് തീർത്തി. തന്നത് എന്തോരാണെന്ന് കണ്ടില്ലല്ലോ നിങ്ങള്. അതാ തന്നത് കാണണമായിരുന്നു, അതാ പ്രശ്നം. അന്നേരം നിങ്ങൾ സത്യം പറഞ്ഞേരാ. സത്യം തന്നെയാണെന്നല്ലേ. നമ്മളില്ലേ ഒരാളോട് അങ്ങനെ മൊത്തം ടെൻഷനായി പോര്. അതുകൊണ്ടാണ് എന്റെ വായിക്കൊണ്ട്
അല്ല എന്നെ മാത്രം രക്ഷിക്കണേ. മാത്രം രക്ഷിക്കണേ. അടുത്ത ഷോട്ടിൽ കൈ പിടിച്ചോണ്ടിരിക്കും തുറന്നോ. ഞാൻ പറയും ഒരു കേക്ക് വേണ്ട, നീ ഒരു കേക്ക് എടുക്ക്. ഒരു കേക്ക് എടുത്തിട്ട് നീ ഈ ഒരു സീൻ അങ്ങോട്ട് ആരംഭിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ചിരിച്ചതിന് എന്താ പറയുക, കയ്യും കണക്കില്ലാത്തൊരു ചിരിയായിരുന്നു കേട്ടോ. വിപിന് താഴത്ത് കിടന്ന് ചിരിക്കുകയാണ് കേട്ടോ. അവൾ എങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അവൾ ചിരിച്ചുകൊണ്ട് കിടക്കണം. അപ്പോൾ ചേട്ടൻ അതിനനുസരിച്ച് ക്യാമറ മേലോട്ട് മാറ്റിക്കൊണ്ടിരിക്കണം. വിപിനെ അഭിനയിച്ച് തകർത്തുകൊണ്ടിരിക്കണം. പക്ഷെ അതൊന്നും പെടുന്നില്ല സംഭവം. എല്ലാവരും ചിരി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, സ്കിറ്റിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് വിജയിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ ബ്ലൂപ്പറിൽ ഞങ്ങൾ അറമതിക്കായിരുന്നു. ഞങ്ങൾക്ക് അത്രയും ചിരിയായിരുന്നു കേട്ടോ. അതൊന്ന് പറയാൻ വയ്യ. വിന്റേജ് വീണ് കടന്ന് ചിരിക്കുകയാണ്. നിങ്ങളെ വ്ലോഗ് ഫോറിൻ്റെ ബ്ലൂപ്പറിലും കണ്ടിട്ടുണ്ടാവും. വിപിന് ആ ചായ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് അവർക്ക്. പക്ഷെ ചിരി പൊട്ടിയിട്ട് സംഭവം എല്ലാം കൂടി തെറിച്ച് വിന്റേജിനൊക്കെ കുളിപ്പിച്ചു കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ചില സ്കിറ്റുകളിൽ നമുക്ക് കിട്ടുന്ന ഒരു വീണ് കിട്ടുന്ന അവസരങ്ങളാട്ടോ മനസ്സ് പറഞ്ഞ് ചിരിക്കാൻ പറ്റുന്ന ഒരു ദിവസം. പിന്നെ മറ്റേ ഫ്രണ്ട്സ് സിനിമയിൽ ശ്രീനിവാസൻ കിടന്ന് ചിരിക്കുന്ന പോലെ എല്ലാവരും ചിരി നിർത്തിയിട്ടും ചിരി നിർത്താൻ പറ്റാത്ത ഒരാളാട്ടോ അതാൻ്റെ അവിയപ്പാടെ കിടന്ന് വീണ് കിടന്ന് ചിരിക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്നു തേടിപ്പോയാണ്. ഇപ്പൊ അവര് അതുപോലെ തന്നെ നിക്കുന്നുണ്ടാവും. ടീം വേറെ ഒരു ഉറക്കം കാഴ്ച വെക്കാൻ പറ്റിയില്ല, അതാ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴേക്കും മഴയും. കൊട എന്റെ അടുത്തുണ്ട്, കക്ഷത്തിലിരിക്കുന്നുണ്ട്. എനിക്ക് കൊട വെക്കാമില്ല. വേണ്ടാടി പറഞ്ഞിട്ട് ചേട്ടക്ക് ഇത് മൊത്തത്തിൽ ശരിക്കും ഒരു ഒച്ചപ്പാട് വ്ളോഗാണ് കേട്ടോ. സൈലന്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ ഇല്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഷോട്ടുകളൊക്കെ സിംഗിൾ ഷോട്ടുകളായതുകൊണ്ട് അങ്ങനെ ഓരോരുത്തടുത്ത് പോയി ഞങ്ങളങ്ങനെ എടുത്തിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇനി വിൻറ്റേജിൻ്റെ വീട്ടിലോട്ടൊക്കെ ഒരു പോക്ക് പോകാനുണ്ട്. അപ്പോൾ അതിന് മുൻപ് ഇവിടുത്തെ പരിപാടിയൊക്കെ അങ്ങോട്ട് തീർക്കാൻ കേട്ടോ. അപ്പോൾ ഈ സീനുകളൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെ ഉണ്ടാവുക. അപ്പൊ ഇവിടുന്ന് പാക്കപ്പ്. ഇനി നമുക്ക് നേരെ വിഷമത്തിലിരിക്കുകയാണ്. അവില് കൂട്ടി സാമ്പാർ തിന്നണോ അതോ സാമ്പാർ കൂട്ടി അവില് തിന്നണോ? അച്ഛൻ ചായക്കടിയുമായി വരുന്നുണ്ട്. ഓൺ ദ വേ. ചായക്കടി വാങ്ങിക്കാൻ പറഞ്ഞപ്പോ നന്ദുവിന്റെ അച്ഛൻ പറഞ്ഞു സാമ്പാറില്ലേ അവില് ബാബാ പഴമയും പുതുമയും. പഴമ ആൻഡ് ന്യൂജൻ. അതായത് ചക്കക്കുരു ജ്യൂസ് അടിച്ച അല്ല ഇത് ഷേക്ക് അടിച്ച് ചക്കക്കുരും പിന്നെ ബൂസ്റ്റും ശരി മധുരമുണ്ടോന്നൊക്കെ കൈ ഒഴിക്കണം. വായിലൊക്കെ അതിനകത്തേക്ക് മധുരം കുറവാ. തീർന്നു എന്റെ പ്രതീക്ഷകളെല്ലാം പോയി. അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.